നീ ഇതുവരെ ചെയ്തിട്ടുള്ളതും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതുമായ എല്ലാം തെളിവ് സഹിതം അഴകത്തുകാർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. പിന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, അങ്ങനെ നിന്റെ ലൈഫ് അങ്ങ് ബിസി ആയിക്കോളും കവിതയെ. എന്താ ഇപ്പോഴും നിനക്കെന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? അതോ നീ ആഗ്രഹിക്കുന്നൊരു കോംപ്രമൈസ് ആണോ? ആലോചിച്ചൊരുത്തരം പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒന്നും മറക്കരുത്, നിന്റെ രഹസ്യങ്ങളുടെ താക്കോൽ നീ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സോളമനെയാണ്. ആ സോളമൻ നിന്റെ ശത്രുവായിരിക്കണമോ അതോ മിത്രമാകണമെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. ഹലോ ഹലോ, അയ്യടാ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഈ തിളച്ച ചായ ഇയാളുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിച്ചാലോ? അതെ, എഴുന്നേക്ക്. അതെ, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ, എനിക്കറിയാം. സഹദേവേട്ടാ, സഹദേവേട്ടാ. ചായ. ഇത് ചായ അല്ലേ, അല്ലാതെ വിഷമൊന്നുമല്ലല്ലോ. അപ്പോ ഇത്തിരി സ്നേഹത്തിൽ പറഞ്ഞൂടെ? എനിക്കിങ്ങനെ പറയാനേ പറ്റൂ. എങ്കിൽ ഗീതയ്ക്ക് നല്ല അടിയും കിട്ടും. സത്യമായിട്ട് ഞാൻ തല്ലുവേ. അതുകൊണ്ട് സ്നേഹത്തോടെ എനിക്ക് ചായതാ. വേഗാവട്ടെ. ചായ. ഒരിത്തിരിയും കൂടി സ്നേഹം കാണിക്കേ. ചായ. ഇത് അഭിനയാണെന്നറിയാം, എന്നാലും കുഴപ്പമില്ല. ഇത് തണുത്തു പോയല്ലോ. ഇനി ഇതങ്ങ് കുടിച്ചാ മതി. നീ എന്താ പറഞ്ഞേ? ഞാൻ ചായയും കൊണ്ട് വന്നിട്ട് എത്ര നേരമായെന്നറിയോ? അതുകൊണ്ട് ഞാൻ ഈ തണുത്ത ചായ കുടിക്കണോ? അത്രയ്ക്കങ്ങ് തണുത്തു പോയിട്ടൊന്നുമില്ല. അത് ഗീതയല്ലല്ലോ തീരുമാനിക്കുന്നത്. ചെല്ല, വേഗം പോയി സഹദേവേട്ടന് നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവാ. എന്താ, പറ്റില്ലേ? പറ്റില്ലെങ്കിൽ പറ. ചൂട് ചായ വേണം, അത്രയല്ലേ ഉള്ളൂ. കൊണ്ടുവരാം. അങ്ങനെ അങ്ങ് പോകാതെ അവിടെ നിൽക്ക്. ഇന്ന് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം അറേഞ്ച് ചെയ്യണം. നാട്ടുകാർക്ക് വെച്ച് വിളമ്പാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശരി, വേണ്ട, പെട്ടി പാക്ക് ചെയ്തോ. നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോവാം. എന്താ, സമ്മതമാണോ? അതിന് വയ്യെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. നിന്റെ തീരുമാനം എന്താണെന്ന് വേഗം പറ. 10:30 നാട്ടിലേക്കൊരു വണ്ടിയുണ്ട്. അത് പോയാ പിന്നെ 12 മണിക്കേ ഉള്ളൂ വണ്ടി. നാട്ടിൽ പോകുന്നോ ഫുഡ് ഉണ്ടാക്കുന്നോ? വേഗം പറ, വേഗം ആവട്ടെ. നിങ്ങൾ എന്നെ ഇട്ട് ഈ കഷ്ടപ്പെടുത്തുന്നതിന് എന്നെങ്കിലും നിങ്ങൾ അനുഭവിക്കും, അല്ലെങ്കിൽ നോക്കിക്കോ. എടി ഗീതേ, ഒന്നും ആയിട്ടില്ല. ഇനി ഇതിലും വലുത് പലതും നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരുത്തനും വെച്ച് വിളമ്പാൻ എന്നെ കൊണ്ട് പറ്റില്ല. എങ്കിൽ പിന്നെ നിനക്ക് അപ്പൊ തന്നെ അത് സഹദേവനോട് പറയാറുന്നല്ലോ. പറഞ്ഞല്ലോ. എന്നിട്ടെന്താ? 10:30 വണ്ടി പോയാ പിന്നെ 12:30 വണ്ടിയുള്ളൂന്ന്. എന്റെ ഗീതമ്മേ, നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. എന്റെ ശല്യം ഒഴിവാക്കാൻ അയാൾക്ക് പുതിയൊരു വഴി കിട്ടിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചില്ലെങ്കിൽ ഉടനെ അയാൾക്ക് നാട്ടിലേക്ക് പോണം. ഓ, അപ്പൊ അവൻ ഇന്നും അത് തന്നെ പറഞ്ഞല്ലേ? പിന്നെ പറയാതെ. അയാൾക്ക് എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ കിട്ടിയ ആയുധമാണല്ലോ അത്. അയാളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാന്ന് അമ്മയല്ലേ വാക്കു കൊടുത്തത്. ഓ, ഇപ്പൊ കുറ്റം എന്റേതായല്ലേ? അവന്റെ ഒപ്പം നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ കെട്ടിത്തൂങ്ങി ചാകുന്ന് നീ തന്നെയാണല്ലോ പറഞ്ഞത്. ഷോ, നിന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതാണോ ഇപ്പൊ എനിക്ക് കുറ്റമായത്? അമ്മ വലിയ വർത്താനം പറയാതെ 3-4 പേർക്കുള്ള ആഹാരം എങ്ങനെ ഉണ്ടാക്കാവുന്നൊന്ന് പറ. അതിപ്പോ ഞാനെന്തു പറയാനാ?
ഭക്ഷണം ഉണ്ടാക്കാൻ സഹദേവൻ പറഞ്ഞത് നിന്നോടല്ലേ? അപ്പൊ പിന്നെ നീ തന്നെ അത് ഉണ്ടാക്കുന്നതല്ലേ എന്റെ ശരി? അതെ, അത് തന്നെയാണ് അതിന്റെ ശരി. എന്റെ ഫ്രണ്ട്സിന് ഗീതയുടെ കൈകൊണ്ട് തന്നെ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നിനക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ പോരാ. അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണം ഉണ്ടാക്കാൻ. അവർക്ക് എന്താ ഇഷ്ടമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? വരുന്നവരിൽ ഒരാൾ പ്യുവർ വെജിറ്റേറിയനാ, ബാക്കി 3 പേർക്ക് എന്തായാലും കുഴപ്പമില്ല. എന്ന് വെച്ച് ഗീത എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കളയരുത്. എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോ? സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനോ? പിന്നെ ഇതൊക്കെ നിനക്ക് നിസ്സാരമല്ലേ? അതിന് ഇത്രയും പച്ചക്കറി ഞാൻ എങ്ങനെ അരിഞ്ഞു കൂട്ടും? ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ഗീതയെ സംബന്ധിച്ച് നിസ്സാരവാ അല്ലേ? അതെ അതെ. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. നിന്റെ കൈപ്പുണ്യം എന്താണെന്ന് അവന്മാർ ഇന്നറിയണം. പിന്നെ അമ്മ വെറുതെ ഗീതയെ സഹായിച്ചൊന്നും കൊടുക്കല്ലേ. 3 പേർക്കുള്ള ഭക്ഷണം ഒറ്റയ്ക്കുണ്ടാക്കാൻ ഗീതയ്ക്ക് നന്നായിട്ടറിയാം, അല്ല ഗീത? കണ്ടോ ആ മുഖത്തെ സന്തോഷം, കണ്ടോ? അതാണ് ഗീത. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. ഇത്ര ഐറ്റംസ് ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? സഹായത്തിന് എന്നെയൊന്നും വിളിച്ചേക്കല്ലേ, എനിക്ക് നടുവേദനയാ. വേണ്ട, ഒരാളുടെ സഹായം എനിക്ക് വേണ്ട. അമ്മ കണ്ടോ, ദേ ഇതില്ലേ, അയാളെ ദേ ഇതുപോലെ ഞാൻ ചതയ്ക്കു പോകും. അമ്മ കണ്ടോ? എടി താടകെ, നിന്റെ ഒരടവും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല. ഇന്ന് വരുന്ന ഗസ്റ്റിനെ കണ്ട് നീ ഞെട്ടും. അവരൊന്നിങ്ങ് വന്നോട്ടെ, ബാക്കി പൊളിച്ചെടുക്കൽ അപ്പോഴാ. അഭിരാമി അവർ ചതിച്ചതാ. ഒരിക്കലും അവരിൽ നിന്ന് അവളിത് പ്രതീക്ഷിച്ചതുമല്ല. ഇനിയിപ്പോ എന്താ സുമംഗലം നമ്മൾ ചെയ്യുക? കേട്ടിട്ട് തന്നെ എന്റെ തല പെരുക്കണു. എന്ത് സന്തോഷത്തോടെയാണെന്ന് അറിയാമോ ഞാനിങ്ങോട്ട് വന്നത്? നീ കുഞ്ഞിന്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ മുതല് മനസ്സ് കിടന്ന് തുടിക്കുക. അവനെ ഒന്ന് കാണാനുള്ള കൊതി എനിക്ക് അടക്കാൻ പറ്റണില്ല സുമംഗലെ. അപ്പോ ഏട്ടൻ ബാലാമണിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റൂ? എന്തെങ്കിലും വഴി നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? അഭിരാമി എന്താ പറയണത്? ഗത്യന്തരം ഇല്ലാണ്ട് വന്നാൽ നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അങ്ങനെ ചെയ്യാൻ കഴിയില്ലേട്ടാ. പരാതി കൊടുത്താൽ അതിന്റെ പിന്നാലെ അന്വേഷണവും ഉണ്ടാവും. ഇത്രയും നാൾ അറിയിക്കാതെ വച്ചിരുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ബാലാമണി അറിയും. അയ്യോ, അത് പാടില്ല. കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത് വരെ ഒന്നും ബാലാമണി അറിയരുത്. അതുകൊണ്ട് തന്നെയാ നിയമപരമായ മറ്റു മാർഗങ്ങളൊന്നും ഈ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. അതുമാത്രമല്ല, ഇതറിയുമ്പോൾ എല്ലാവരും, ചിലപ്പോ ബാലാമണി പോലും അഭിരാമിയല്ലേ കുറ്റപ്പെടുത്തൂ. അഴകത്തുകാരെ സഹായിച്ചവള അഭിരാമി. ആ സഹായത്തിന്റെ പേരിൽ അവൾക്കൊരു പേരുദോഷവും വരാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ പിന്നെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ നമ്മുടെ മുമ്പിൽ എന്ത് മാർഗമുള്ളത്? അവരേതായാലും അഭിരാമിയെ ബന്ധപ്പെടാതിരിക്കില്ല. അവര് കുഞ്ഞിനെ വിട്ടുതരാൻ തയ്യാറായില്ലെങ്കിലോ സുമംഗലെ? അതുകൊണ്ടായിരിക്കുമല്ലോ കുഞ്ഞിനെ കൊണ്ടുവരാൻ നിങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോയത്. ഏട്ടാ, അവരുടെ കയ്യിൽ അഭിരാമി വളർത്താൻ ഏൽപ്പിച്ചത്
അഴകത്ത സന്തതിയെയാണ്, സുമംഗലിയുടെ ചെറുമകനെ. അവനെയും കൊണ്ട് അവരെവിടെ വരെ പോകും? കുഞ്ഞിനെയും കൊണ്ട് ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി അവരെ ഒളിച്ചാലും അതൊക്കെ വൃഥാവിലാണെന്ന് അവർ മനസ്സിലാക്കും. ഇവിടെ എന്റെ കാൽച്ചുവട്ടിൽ അവരാ കുഞ്ഞിനെ കൊണ്ടുവന്ന് വയ്ക്കും. അവർക്കെന്താ വേണ്ടത്? പണമാണോ? അതോ ഇനി അവനെ പിരിയാൻ വയ്യാത്ത വിഷമാണോ? ആവശ്യം പണം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ക്ഷമിക്കാം. അതിൻ്റെ ഉള്ളിൽ അഭിരാമി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും. അതാ എന്റെ പ്രതീക്ഷ. അവൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് നല്ല ഭയമുണ്ട് സുമംഗലേ. അവരേത് തരക്കാരാന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഏട്ടൻ വിഷമിക്കേണ്ട. നമ്മുടെ കുഞ്ഞിനൊരു അപകടവും വരാതെ അഭിരാമി അവനെ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കും. എനിക്കവളെ വിശ്വാസമാണ്. അവൾക്കതിന് കഴിയും. വാവ് വാവ്, കൊള്ളാം. പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗീതയെ ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അതിനുവേണ്ടിയൊന്നുമല്ല ഞാനിതൊക്കെ ചെയ്തത്. മനഃപൂർവ്വം എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. മനസ്സിലായോ? ഓ, അങ്ങനെയാണെ ആയിക്കോട്ടെ. ഗീത എന്നോടുള്ള വാശി തീർത്തതാണല്ലേ. എന്തായാലും പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ, എനിക്കത് മതി. പിന്നൊരു കാര്യം, ഇതൊന്നും വിളമ്പി കൊടുക്കാൻ എന്നോട് പറഞ്ഞേക്കരുത്. എന്ന് വെച്ചാ? ഇനി എന്നെ ശല്യപ്പെടുത്തിയേക്കരുതെന്ന്. ഞാൻ എന്റെ റൂമിലേക്ക് പോവാ. അതൊന്നും പറ്റില്ല. എന്തായാലും ഉണ്ടാക്കിയില്ലേ, ഇനി ഓരോന്നും വിളമ്പി കൊടുത്തിട്ട് ഗീത വയ്ക്കോ. അതുമല്ല, എന്റെ ഫ്രണ്ട്സിനെ ഗീത ഇതുവരെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തില്ലല്ലോ. എനിക്കാരെയും കാണുകയും പരിചയപ്പെടുകയോ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ. വല്ല മരംവെട്ടുകാരനോ തെങ്ങുകയറ്റക്കാരനോ ഒക്കെ ആയിരിക്കുമല്ലോ. അവരെ നിങ്ങൾ തന്നെ അങ്ങ് ഊട്ടിയാ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞ് പൊയ്ക്കളയരുതേ ഗീതേ. അവരിങ്ങോട്ട് വന്നത് തന്നെ ഗീതയെ ഒന്ന് പരിചയപ്പെടാനാ. അതുമല്ല, മുമ്പൊരു തവണ ഗീത അവരെ കണ്ടിട്ടുണ്ട്. അന്ന് ശരിക്കും പരിചയപ്പെടാനൊന്നും പാവങ്ങൾക്ക് പറ്റിയില്ല. ഇപ്പൊ ഗീതയ്ക്ക് അവരാരാണെന്നറിയാനുള്ളൊരു ആകാംക്ഷയൊക്കെ വരുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഗീത അവരെ കണ്ടേ പറ്റൂ. വിനോദേ, ഇതാ എൻ്റെ ഫ്രണ്ട്സ്. ഇവരെ ഗീതയ്ക്ക് പരിചയമുണ്ടോന്ന് നോക്കിയേ. നീ ഇവരെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ചേച്ചി മറന്നാലും ചേച്ചി അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ മറക്കില്ല. എന്നാലും എന്റെ സഹദേവേട്ടാ, നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചു. ഈ ചേച്ചിക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങളാരും വിചാരിച്ചതേ ഇല്ല. അന്ന് എന്തോരം ബഹളമായിരുന്നു. അപ്പോ അന്ന് എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടി മനഃപൂർവ്വം നടത്തിയ നാടകമായിരുന്നു അല്ലേ? പിന്നല്ലാതെ. എനിക്ക് ഗീതയോട് പറയാനുണ്ടായിരുന്നതൊക്കെ ഞാൻ ഇവന്മാരെ കൊണ്ട് പറയിച്ചു. അത് ഏൽക്കുകയും ചെയ്തു. നീ ചമ്മി നാറിപ്പോയില്ലേ? ഗീതേ, നിനക്കൊരു കാര്യം കേൾക്കണം. ഈ ദുഷ്ടന്മാര് പറയാ എന്റെ ഗീതയെ ഒരു കാലത്തും നന്നാക്കിയെടുക്കാൻ പറ്റില്ലാന്ന്. ഞാനത് സമ്മതിച്ചു കൊടുക്കുവോ? ഇവന്മാർ എന്നോട് ബെറ്റ് വെച്ചു. നിന്നെ നന്നാക്കി നല്ല അടക്കോ ഒതുക്കോ ഉള്ള സ്ത്രീയാക്കി നീ വെച്ചുണ്ടാക്കുന്ന ആഹാരം നീ തന്നെ വിളമ്പിക്കൊടുത്ത് ഇവന്മാരെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് എനിക്ക് വലിയ വാശിയായിരുന്നു. ഏതായാലും ആ വാശി ഇന്ന് സാധിച്ചു. അല്ല, എന്താ നോക്കിക്കുന്ന? എല്ലാരും കഴിക്കാനിരിക്കേ ചെല്. അവര് കഴിക്കാനിരുന്നു. നീ വേഗം വന്ന് വിളമ്പിക്കൊടുക്കുക. വാ. എന്നെ കൊണ്ട് പറ്റില്ല. അമ്മേ, അമ്മേ. എന്താ മോളെ? അവർക്ക് എന്താന്ന് വെച്ചാ വിളമ്പി കൊടുക്ക്.
അങ്ങനെ നീ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ചില കാര്യങ്ങളിൽ നിന്നേക്കാൾ വാശി എനിക്കുണ്ട്. അത് നിനക്കും അറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഗീത അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്ക്. വേഗാവട്ടെ വേഗാവട്ടെ. എന്റെ പൊന്നു ഗീതമ്മേ, നീ അവൻ പറയുന്നത് പോലെ തന്നെ ചെയ്യ്. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാ അവൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവന്മാരുടെ മുമ്പിൽ വെച്ച് അവൻ നിന്നെ നാണം കെടുത്തും. അത് വേണോ? ചെല്ലുമോളെ. ആ ചോർന്ന് വിളമ്പിക്ക. അത് ഇനി ഇവിടെ അവിടെ. കണ്ണീര് തുടച്ചു കളയേണ്ട ഏട്ടത്തി. അത് ഉള്ളിൽ നിന്ന് വരുന്നതാ. ഏട്ടത്തിയെ ഒരു നല്ല സ്ത്രീയാക്കി മാറ്റാൻ ആ കണ്ണീരിന് കരുത്തുണ്ട്. എനിക്കറിയാം, എന്റെ കണ്ണ് നിറഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയില്ല നിന്റെ സ്ഥാനമെന്ന്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഏട്ടത്തി നന്നാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഗീതേച്ചിയുടെ തോൽവി കാണാൻ കാത്തിരിക്കൊന്നും അല്ല ഞാൻ. നീ എന്താണെന്നും നിന്റെ ഉള്ളെന്താണെന്നും എനിക്ക് നീ പറഞ്ഞു മനസ്സിലാക്കി തരുമൊന്നും വേണ്ട. വലുതുകാല് വെച്ച് നീ ഈ വീട്ടിലേക്ക് വന്ന് കയറിയ നിമിഷം തൊട്ട് നിന്നെ ഞാൻ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഗീതേച്ചിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഗീതേച്ചിക്ക് മാത്രമല്ല, ഗീതേച്ചിയുടെ അനിയനും. നീ പറഞ്ഞത് ശരിയാ. നിന്നെ ശരിക്കും മനസ്സിലാക്കാതെ പോയതുകൊണ്ടാ എന്റെ അനിയൻ ഇന്ന് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത്. ഞാനും അമ്മയും കാല് പിടിച്ചു പറഞ്ഞതാ, അവന് ഭാര്യയായിട്ട് അവനെ അനുസരിക്കുന്ന ഒരു പാവം പെണ്ണിനെ മതിയെന്ന്. ചിലതൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും തലേ കേറില്ലല്ലോ. അനുഭവത്തിൽ വന്നാലേ പഠിക്കൂ. ഇപ്പൊ എന്റെ അനിയന് ഈ ചേച്ചിയുടെ വാക്ക് സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ടോ ഒരു പെണ്ണിന് അടക്കം ഒതുക്കം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. പഠിപ്പും പത്രാസും ഒന്നുമില്ലെങ്കിൽ അവൾ ഭർത്താവിനെ അനുസരിച്ച് അവൾ അവളുടെ വീട്ടിൽ നിൽക്കും. ഗീതേച്ചി 10ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് സഹദേവേട്ടനെ അനുസരിക്കാത്ത എന്താ ഗീതേച്ചി? എന്തുകൊണ്ടാ സഹദേവേട്ടന്റെ വീട്ടിൽ പോയി താമസിക്കാത്ത? ഓഹോ, അപ്പൊ അതായിരുന്നു നിന്റെ മനസ്സില്. ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് തീരെ പിടിക്കുന്നില്ല. ആ മരങ്ങോടന്റെ കൂടെ അയാളുടെ നാട്ടിലേക്ക് കെട്ടിയെടുക്കണം. അതോടെ നിനക്ക് എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടുമല്ലോ. പിന്നെ നിനക്കിവിടെ എന്ത് തോന്നിയാസവും കാണിക്കാം. അതല്ലേ നിന്റെ ഉദ്ദേശം? രക്ഷയില്ല. ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ മനസ്സിൽ ഇത്തിരി നന്മയുടെ വെളിച്ചം വീണിട്ടുണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ചത് എന്റെ മണ്ടത്തരം. ഉടനെ ഒന്നും ഗീതേച്ചി നന്നാവില്ല എന്ന് വെച്ച് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സഹദേവേട്ടൻ ഇനിയും പുതിയ നമ്പറുകൾ ഇട്ട് ഗീതേച്ചിയെ നന്നാക്കി എടുത്തോളും. അങ്ങനെ പതിയെ പതിയെ പെണ്ണ് എന്താണെന്നും പെണ്ണുങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നും ഗീതേച്ചി പഠിച്ചോളും. നിക്കടി അവിടെ. എന്റെ കണ്ണീന്ന് പൊഴിയുന്ന ഓരോ തുള്ളി കണ്ണീരിനും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണ്ണീരിന്റെ കാരണക്കാരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, കൂട്ടത്തിൽ നിന്നെയും. ഗീതേച്ചി, ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഏട്ടത്തിയാ. ആ സ്നേഹം തന്നെയാ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ടുള്ളത്. ഇപ്പം അത് ഗീതേച്ചിക്ക് ബോധ്യമാവില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇതൊക്കെ സത്യമായിരുന്നു എന്ന് ഗീതേച്ചിക്ക് മനസ്സിലാവും.
വന്നതും നെറുകയിൽ തലോടിയതും ഒക്കെ നീ അറിഞ്ഞു. എന്നിട്ടും കണ്ണ് തുറക്കാതെ കിടക്കായിരുന്നു അല്ലേ? എന്താ മോളെ കണ്ണൊക്കെ നിറഞ്ഞ് നീ കരയായിരുന്നോ? എന്തിനാ നീ കരഞ്ഞെന്നാ ചോദിച്ചത്? കവിത നിന്നോട് വഴക്ക് കൂടുക മറ്റോ ചെയ്തോ? ഇല്ലമ്മേ, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് കിടക്കുകയായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യഹീനയായ സ്ത്രീ എൻ്റെ അമ്മയാ. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കരഞ്ഞു കലങ്ങിയൊരു മുഖം എനിക്ക് ഓർമ്മ വരുന്നത്. ഓരോ മനുഷ്യരും നല്ലതും ചീത്തയുമായ കുറെ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടാ ഈ ലോകത്തു നിന്ന് പോകുന്നത്. അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ അവര് സമ്മാനിച്ച നല്ല നിമിഷങ്ങളെ മാത്രമേ പിന്നെ ഓർക്കാവൂ എന്നാണ് പറയാറ്. അതാണത്രേ ആ ആത്മാവിന് സന്തോഷം. ഓർക്കാനായിട്ട് അങ്ങനെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളൊന്നും എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.